കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം ഗവർണർ നിർദ്ദേശിച്ച വിഭജന ഭീതി ദിനാചരണം ഇന്ന്. ദിനാചരണത്തിന്റെ പേരിലും ഗവർണർ സർക്കാർ പോര് കടുക്കുകയാണ്. സംസ്ഥാനത്തെ കോളേജുകൾക്ക് നിർദ്ദേശം നടപ്പിലാക്കേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. എന്നാൽ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാർ ഗവർണറുടെ നിർദ്ദേശം കോളേജുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും KSUവും പരിപാടി നടത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംഘർഷ സാധ്യതയും നിലനിൽക്കുന്നു. പരിപാടികൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. അതിനിടെ വിഭജനവുമായി ബന്ധപ്പെട്ട ചരിത്രം കോളേജുകളിൽ അവതരിപ്പിക്കുമെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് വിഭജന ഭീതി ദിനം ആചരിച്ചാൽ, അതായത് സർവകലാശാലകളിൽ ഇത് ആചരിക്കുകയാണെങ്കിൽ തടയുമെന്നുള്ളതാണ് SFI അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KSUവും ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ABVP ഇതിലെടുക്കുന്ന നിലപാട് മറ്റൊന്നാണ്. അങ്ങനെയെങ്കിൽ ABVP എങ്ങനെയാണ് ഈ ഒരു വിഭജന ഭീതി ദിനാചരണം അതിനെങ്ങനെ കാണുകയാണ്? വിഭജന ഭീതി ദിനം അത് ആചരിക്കരുത് എന്ന് കോൺഗ്രസും CPIയും പറയുന്നുണ്ടെങ്കിൽ അത് വിഭജനത്തിൻ്റെ മുറിവുകളെ ഈ ലോകം അറിയരുത്, അല്ലെങ്കിൽ ഭാരതം അറിയരുത് എന്നുള്ള ഗൂഢ അജണ്ടയുടെ ഭാഗമാണ്. നമുക്കറിയാം, വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സാണ് അതിന് ഒത്താശ ചെയ്തതെന്ന് നമുക്കറിയാം. ഒട്ടനവധി ആളുകൾ, ഏകദേശം 5 കോടിയോളം ആളുകൾ ഇതിൻ്റെ ഭീകരാവസ്ഥ അനുഭവിച്ച ആൾക്കാരാണ്. ഒട്ടനവധി പീഡനങ്ങൾ, പലായനങ്ങൾ, കൊലപാതകങ്ങൾ, ഇതൊക്കെ ഈ രാജ്യം ചർച്ച ചെയ്യരുത്, ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് ചർച്ച ചെയ്യരുത് എന്ന് ചിലർ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ കയ്യും കെട്ടി നോക്കിക്കാൻ വേണ്ടി സാധിക്കില്ല. സർവകലാശാലകളിൽ ഇങ്ങനെയൊരു ദിനാചരണം നടത്തുകയാണെങ്കിൽ തടയുമെന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് KSU ആയാലും SFI ആയാലും വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. അപ്പോൾ ABVP ഇതിലെടുക്കുന്ന നിലപാട് എന്താണ്? ഈ ഭാരതത്തിൽ വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്, അതിന് കോൺഗ്രസ് എത്തരത്തിൽ ഒത്താശയാണ് ചെയ്തിട്ടുള്ളത്. ഈ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഈ ചരിത്രം ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളുമായിട്ട് ABVP മുന്നോട്ട് പോകും. അതിന് തടയാൻ വരികയാണെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ആ രീതിയിൽ തന്നെ അതിനെ നേരിടും. വിഭജനത്തിൻ്റെ ആ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അല്ലെങ്കിൽ വിഭജന സമയത്തുണ്ടായിട്ടുള്ള കൂട്ടപലായനങ്ങൾ, അവിടെ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, കാശ്മീരിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പഞ്ചാബ് ഭാഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ മുഴുവൻ ചരിത്രത്തെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുമ്പിൽ സെമിനാർ പോലെയുള്ള, അല്ലെങ്കിൽ കോൺക്ലേവ്, സിമ്പോസിയം പോലെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് ആ ചരിത്രം, അതിൻ്റെ സത്ത് എന്താണ്, അത് വിദ്യാർത്ഥി സമൂഹത്തെ അറിയിക്കുന്ന രീതിയിലുള്ള പരിപാടികളുമായിട്ട്, സെമിനാർ, സിമ്പോസിയം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ABVP മുന്നോട്ട് പോകും. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഇത് വിഭജന ഭീതി ദിനം എന്നുള്ളത് RSS അജണ്ടയാണെന്നും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പുറംതിരിഞ്ഞ് നിന്നവർ ഈ വിഭജന ഭീതി ദിനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കഷ്ടമാണെന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു വിഷയമാണ്. ഇതിലിപ്പോൾ ഇന്ന് ക്യാമ്പസുകൾ ഇത് ആചരിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെ ഇന്ന് കാണേണ്ടി വരും, അല്ലേ? റോഷി, സ്വാഭാവികമാണ്. വിഭജന ഭീതി ദിനാചരണവുമായി ക്യാമ്പസുകളിൽ ABVP എത്തിയാൽ SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തടയുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ കർശനമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തു കഴിഞ്ഞതാണ്. കാരണം സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ ഏതെങ്കിലും തരത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്താൻ എന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. കാരണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചാൽ അത് സാമുദായിക സ്പർദ്ധ വളർത്താൻ മാത്രമേ ഉതകുകയുള്ളൂ എന്ന വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി അങ്ങനെ നിലപാടെടുത്തത്. ഇന്നലെ തന്നെ എല്ലാ സർവകലാശാലകൾക്കും എല്ലാ കോളേജുകൾക്കും ഈ പരിപാടി നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞു. മിക്കവാറും ഔദ്യോഗികമായി കോളേജുകളിൽ പരിപാടി നടക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ABVP പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ പരിപാടി SFIയും KSUവും ഒക്കെ തടയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും പരിപാടിക്കെതിരെയുള്ള ശക്തമായ നിലപാട് ഇപ്പോൾ തന്നെ എല്ലാ സംഘടനകളും എടുത്തു കഴിഞ്ഞു, ABVP ഒഴികെയുള്ള. അതുകൊണ്ട് തന്നെ ഇന്ന് പരിപാടിയുമായി ABVP എത്തുമ്പോഴുണ്ടാകുന്ന സംഘർഷമാണ്. അത് സ്വാഭാവികമായും പോലീസ് ക്യാമ്പസുകളിലേക്ക് എത്തേണ്ട സാഹചര്യം വരുമോ എന്നാണ് പ്രധാനപ്പെട്ടത്. ഏതൊക്കെ ക്യാമ്പസുകളിൽ ABVP ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും എന്നതും വ്യക്തമല്ല. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.